Subscribe my channel and enable bell icon to get notifications. Good morning all of you. Welcome to SAS Academy. I am Sajina Shias. ഇന്ന് ഞാൻ സ്റ്റേറ്റ് സിലബസിന്റെ 10th ചാപ്റ്റർ ആയിട്ടുള്ള മുർക്കി ഓഫ് ബുലാഖി എന്ന ഈ ഒരു സ്റ്റോറിയാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മുർക്കി ഓഫ് ബുലാഖി, മുർക്കി അഥവാ ബുലാഖി എന്നാണ് ഈ സ്റ്റോറിയുടെ പേര് ഉദ്ദേശിക്കുന്നത്. മുർക്കി എന്ന വാക്കിന്റെ വേർഡ് മീനിങ് എന്ന് പറഞ്ഞാൽ കമ്മൽ, ഇയർ റിംഗ്സിനെയാണ് മുർക്കി എന്ന് പറയുന്നത്. ബുലാഖി മത്ലബ് മൂക്കുത്തിയാണ് ബുലാഖി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോറിയിലെ മെയിൻ ആയിട്ടുള്ള ആ ഒരു സ്ത്രീ കഥാപാത്രത്തിന്റെ പേരാണ് മുർക്കി എന്നും ബുലാഖി എന്നും, രണ്ടും അവരുടെ പേരുകൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നിരിക്കുന്ന ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. हमारे समाज की बहुत सारी स्त्रियां जिंदगी के विभिन्न मोड़ों पर निरालंब जीवन जीने के लिए विवश बन जाती हैं. ऐसी एक नारी की कहानी पढ़े. ठीक है, हमारी समाज की बहुत सारी स्त्रियां, നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരുപാട് സ്ത്രീകൾ സ്വന്തം ജീവിതത്തിന്റെ പല സ്റ്റേജസുകളിലൂടെയും സഞ്ചരിച്ചുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാർന്ന വിഷമമാർന്ന ജീവിതം ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുന്നു. മീൻസ് അവർ എത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സ്വയമേ മനസ്സാർന്ന് അവരായിട്ട് പോയി എത്തുന്നതല്ല, അവരുടെ ജീവിതം അവരെ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ത്രീയുടെ സ്റ്റോറിയാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, താഴെ ഒരു ക്വസ്റ്റ്യൻ, സ്ത്രീക്ക് ചെഹരമേ കോൺസാ ഭാവ ചലക്താ ഹെ. ഈ ഒരു പിക്ചറിൽ കാണുന്ന സ്ത്രീയുടെ മുഖത്ത് ഏത് ഭാവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഏത് ഭാവമാണ്? കോമൺലി നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, വളരെ ദുഃഖമാർന്ന ഒരു ഭാവമാണ് ആ ഒരു ഫേസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് മുർക്കി ഓഫ് ബുലാഖി എന്ന സ്റ്റോറിയുടെ റൈറ്ററിനെ കുറിച്ച് അറിയാം. അമൃത പ്രീതം ജിയാണ് മുർക്കി ഓഫ് ബുലാഖി എന്ന സ്റ്റോറിയുടെ റൈറ്റർ. അവരെ കുറിച്ച് നോക്കാം. पंजाबी और हिंदी की विख्यात लेखिका अमृता प्रीतम ने उपन्यास, कहानी, कविता, संस्मरण और आत्मकथा के क्षेत्र में अपनी पहचान बनाई है. ठीक है, പഞ്ചാബി ഹിന്ദി സാഹിത്യത്തിലെ ശ്രേഷ്ഠ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ലേഖികയാണ് അമൃത പ്രീതം എന്ന് പറയുന്നത്. അവർ നോവൽ ആയിക്കോട്ടെ, സ്റ്റോറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോയംസ് ആയിക്കോട്ടെ, ഓർമ്മക്കുറിപ്പുകളായിക്കോട്ടെ, അത്തരത്തിലുള്ള എല്ലാ മേഖലകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു രചനാകാരാണ്, ഒരു ലേഖികയാണ് ആരെന്ന് പറയുന്നത്, അമൃത പ്രീതം എന്ന് പറയുന്നത്. പഞ്ചാബ് കെ ഗുജറാംവാല മേ 1919 को उनका जन्म हुआ था. പഞ്ചാബിലെ ഗുജറാംവാല എന്ന സ്ഥലത്ത് 1919 അവരുടെ ജനനം. देशी विदेशी ഭാഷാओं में उनकी रचनाओं का अनुवाद हुआ है. നാഷണൽ, നമ്മുടെ ഇന്ത്യക്ക് അകത്തുള്ള ഭാഷയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഭാഷകളിലായിക്കോട്ടെ, പല ഭാഷകളിലും ഇവരുടെ രചനകൾ, അമൃത പ്രീതത്തിന്റെ രചനകൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, 1982 के ज्ञानपीठ पुरस्कार से वे सम्मानित हुई. 1982 അവർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. कहानियों के आंगन में कहानियां जो कहानियां नहीं है ആദ്യ ഉनके ചർച്ചിത് കഹാനി സംഗ്രഹ. അവരുടെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള 2 കഹാനി സംഗ്രഹങ്ങളാണ് കഹാനിയും കെ ആംഗൺമേയും കഹാനിയാം ജോ കഹാനിയാ നഹി ഹെ എന്നീ 2 കഹാനി സംഗ്രഹങ്ങൾ. 1905 को उनकी मृत्यु हुई है. 2005 അവരുടെ മരണം സംഭവിച്ചു. ഓക്കെ, ഇത്രയാണ് അമൃത പ്രീതം ജിയെ കുറിച്ച് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മുടെ ചാപ്റ്ററിലേക്ക്, നമ്മുടെ സ്റ്റോറിയിലേക്ക് കിടക്കാം. മുർക്കി ഓഫ് ബുലാഖി, മുർക്കി അഥവാ ബുലാഖി. ഓക്കെ, നോക്കേ, മുക്കുത്തിയുണ്ട്, കമ്മലും ഉണ്ട്. മുർക്കി കമ്മൽ, ബുലാഖി മുക്കുത്തി. മാ മുർക്കി का ब्याह कब हुआ था? मैंने तो कभी उसके पति को देखा नहीं. മാ, അമ്മേ, മുർക്കിയുടെ ബ്യാഹ് മത്ലബ് മാരേജ്, കല്യാണം എപ്പോഴായിരുന്നു? मैंने तो कभी उसके पति को देखा नहीं. ഞാൻ ഇതുവരെയും അവളുടെ അല്ലെങ്കിൽ അവരുടെ ഭർത്താവിനെ, ഹസ്ബൻഡിനെ കണ്ടിട്ടേ ഇല്ല. लेटा हुआ कुमार, लेटना मतलब കിടക്കുക. ഓക്കെ, लेटा हुआ कुमार ചൗക്കർ बैठ गया और कहने लगा. കിടന്നിരുന്ന കുമാർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പറയാൻ തുടങ്ങി. मैं तो जब से पैदा हुआ हूँ मुर्गी को यही देखा है. तो बताते हैं कि मैं जब से पैदा हुआ हूँ, ഞാൻ എപ്പോഴാണോ ജനിച്ചത് മുതൽ, जब से पैदा हुआ हूँ, ഞാൻ ജനിച്ചത് മുതൽ മുർക്കി को यही देखा है, മുർക്കിയെ ഞാൻ ഇവിടെയാണ് കണ്ടിട്ടുള്ളത്. अपने घर, നമ്മുടെ വീട്ടിൽ, इसी पिछली कोठली में, कहा है, നമ്മളെ വീടിനോട് ചേർന്നിരിക്കുന്ന ആ ഒരു മുറിയിലാണ് ഞാൻ അവരെ കണ്ടിട്ടുള്ളത്. उस अभागी का भी ब्याह हुआ था, तू छोटा सा था.
4 वर्ष का। तो अम्मा बोल रही है, അമ്മ പറയുകയാണ് ഉസ് അഭാഗി കാ ഭി ബ്യാഹ് ഹുവാ था। അഭാഗി मतलब ഭാഗ്യമില്ലാത്ത കുട്ടി. ഓക്കെ, ആ ഭാഗ്യമില്ലാത്ത കുട്ടിക്കും പെൺകുട്ടിക്കും എന്ത് സംഭവിച്ചിരുന്നു? മാരേജ് ഹുവാ था, അവളുടെയും കല്യാണം കഴിഞ്ഞിരുന്നു. തു ഛോട്ടാ था, നീ അപ്പോ വളരെ ചെറുതായിരുന്നു. കിത്നെ സാൽ കാ था? 4 വർഷ കാ था, നിനക്കപ്പോ 4 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. കുമാർ ചോദിക്കുകയാണ്, और वह ससुराल गई थी, അവൾ അവളുടെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോയായിരുന്നോ? സസുരാൽ കഹാ था, സസുരാൽ ഹസ്ബൻഡിന്റെ വീട് എവിടെയായിരുന്നു? നാ കോയി ജന്മനെ വാല और ना कोई സഹേജ്നെ വാല ना कोई ജന്മനെ വാല, അതായത് ആ ജന്മം കൊടുത്തവരും ഇല്ലായിരുന്നു അവൾക്ക് കൂടെ, അതുപോലെ തന്നെ സഹേജ്നെ വാല, അവളെ പ്രൊട്ടക്ട് ചെയ്യാനും ആരുമില്ലായിരുന്നു. അങ്ങനെയുള്ള കുട്ടിക്ക് എവിടെയാണ് സസുരാൽ, എവിടെയാണ് ഹസ്ബൻഡിന്റെ വീട്? മാ മുझे सारी बात सुना दो, तो कुमार ने अपनी मम्मा से बोला, അമ്മയോട് പറഞ്ഞു, മാ മുझे सारी बात सुना दो, അമ്മേ എനിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരൂ, മുർക്കിയുടെ കഥ മുഴുവനായിട്ട് എനിക്ക് പറഞ്ഞു തരൂ എന്ന് അമ്മയോട് പറഞ്ഞു. इसका बाप हमारे घर का बहुत पुराना नौकर था। तो बताती है, जो अम्मा बताती है, इसका बाप, जो മുർക്കി है ना, മുർക്കി वो लड़की है ना, उस लड़की का बाप, അവിടെ ഉണ്ടായിരുന്ന ആ കുട്ടിയില്ലേ, മുർക്കി എന്ന പേരുള്ള ആ പെൺകുട്ടിയുടെ അച്ഛൻ നമ്മുടെ വീട്ടിലെ പഴയ ജോലിക്കാരനായിരുന്നു. ഓക്കെ, തൂ ജബ് പൈദാ ഹുവാ, നീ എപ്പോഴാണോ ജനിച്ചത്, ഉസ്നെ മേരെ ആകെ വിൻതി കി, വിൻതി മീൻസ് റിക്വസ്റ്റ്. ഓക്കെ, അയാൾ എന്റെ മുന്നിൽ അഭ്യർത്ഥന നടത്തി. എന്താണ്? कि गांव में उसकी स्त्री मर गई है और उसकी लड़की वहीं चाचा के पास अकेली रहती है. तो उसकी പാപ്പാ ने, അതായത് നമ്മുടെ മുർക്കിയുടെ അച്ഛൻ വന്ന് നമ്മുടെ ഈ കുമാറിന്റെ അമ്മയോട് റിക്വസ്റ്റ് ചെയ്തു. എന്താണ്? എന്റെ ഭാര്യ മരണപ്പെട്ടു, ഗ്രാമത്തില് എന്റെ അനിയന്റെ കൂടെ എന്റെ മകൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു. അഗർ മേ മാൻ ജാവൂ തോ വഹ് അപ്നി ലഡ്കി കോ യഹാ ലേ ആയേ, ഞാൻ സമ്മതിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നോട്ടെ എന്ന് ചോദിച്ചു. വഹ് തുജെ ഖിലായാ കരേങ്കി और रोटी खा लिया करेंगी, അവൻ നിങ്ങളെ എന്താ പറയുന്ന, അവൾ നിങ്ങളെ ഖിലായ കരേങ്കി, നിങ്ങൾക്ക് പാചകമൊക്കെ ചെയ്തു തരും, നിങ്ങളുടെ ഈ ജോലിയെല്ലാം ചെയ്തു തരും. और साथ साथ वो भी रोटी खाएगी ना, അവൾക്കും ആഹാരം കിട്ടുമല്ലോ. ആപ് അഗർ മാൻ ജായേ തോ, അമ്മ സമ്മതിക്കുകയാണ് എങ്കിൽ, നിങ്ങൾ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ മകളെ നാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ ജോലിക്കായിട്ട് എന്ന് റിക്വസ്റ്റ് ചെയ്തായിരുന്നു. ഫിർ കുമാർ പൂച്ച് രही है, കുമാർ ചോദിക്കാൻ, എന്നിട്ട് मैंने शुक्र किया, ഞാൻ ശുക്രിയ മാനി താങ്ക്ഫുൾ അല്ലെ, എനിക്ക് ഭയങ്കര താങ്ക്ഫുൾ ആയിട്ട് തോന്നി. कि मुझे हाथ का सहारा मिल जाए, എനിക്കൊരു കൈസഹായമായല്ലോ എന്നുള്ള ആ ഒരു രീതിയിൽ ഞാൻ വളരെയധികം സന്തോഷിച്ചു. को गांव से ले आया, അയാളുടെ മകളെ ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുവന്നു. മുഷ്കിൽ സെ 12 വർഷക്ക് ഹോഗി തബ്, 12 വയസ്സിന്റെ കുട്ടി അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. മുഷ്കിൽ സെ, എത്ര നോക്കിയാലും ഒരു 12 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടി. ബഡി മാസൂം സി മാതൃഹീൻ, മാസൂം വളരെ നിഷ്കളങ്കമായിട്ടുള്ള, മാതൃഹീൻ അമ്മയില്ലാത്ത ഒരു കുട്ടി. മുझे ബഡി ഭലി ലഗി, എനിക്ക് വളരെ നല്ല കുട്ടിയായിട്ട് തോന്നി. ജബ് ആയി, എപ്പോഴാണോ വന്നത്, ഇസ്നെ കാലി സൽവാർ പെഹൻ രഖി തി, അവൾ കറുത്ത ഒരു സൽവാർ ആണ് ഡ്രസ്സായിട്ട് ധരിച്ചിരുന്നത്. ശരീർ पर हरे रंग का कुर्ता था, അവളുടെ ശരീരത്തില് എന്താണ്, ഒരു ഹരേ റംഗ് കാ കുർത്ത था, അവൾ ധരിച്ചിരുന്ന കുർത്ത എന്ന് പറയുന്നത് ഹരേ റംഗ് കാ, ഗ്രീൻ കളറിലുള്ളതായിരുന്നു. ബദൻ സെ ദുർബൽ തി, ശരീരം വളരെ മെലിഞ്ഞിട്ടുള്ള കുട്ടിയായിരുന്നു. पर रंग बहुत सफेद, പക്ഷെ നല്ല വെളുത്ത കുട്ടിയായിരുന്നു. നയൻ നക്ഷാഭി സുന്ദർ, അവളുടെ ആ ഒരു കണ്ണുകളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നോ. കാനോ മേ ചാന്ദി കി മുർക്കിയാം ഛല്ലേ പെഹനെ ഥി, അവളോ ചാന്ദി കി മുർക്കിയാം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്, വെള്ളിയുടെ ആ ഒരു മുർക്കി കമ്മലിനെയാണ് എന്തെന്ന് പറയുന്നത്, ചാന്ദിക്ക് മുർക്കി എന്ന് പറയുന്നത്. സിൽവർ ഇയർ റിങ്സിനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവളുടെ കാതില് സിൽവറിന്റെ ഇയർ റിങ്സ് ഉണ്ടായിരുന്നു. और नाक में सोने की छोटा सा बुलाक, അവളുടെ ആ മൂക്കിൽ എന്താണ്, ഒരു ചെറിയ സോനേക്ക്, ഗോൾഡ് കൊണ്ടുള്ള ഒരു ചെറിയ ബുലാക്ക്, മൂക്കുത്തി ഉണ്ടായിരുന്നു. സോ ഫിർ കുമാർ കൂടുതൽ ഉത്സുകതാസെ, അതായത് വളരെ ആകാംക്ഷയോട് കൂടി മുന്നോട്ടുള്ള സ്റ്റോറി കേൾക്കാനുള്ള വളരെ ഇൻട്രസ്റ്റോട് കൂടി. ഫിർ എന്നിട്ട് എന്താ സംഭവിച്ചേ? तुझे तो वह अपने हाथों से नहीं खिलाती थी, अपनी जान से खिलाती थी. നിന്നെ അവൾ കഴിപ്പിച്ചിരുന്നത് കൈകൾ കൊണ്ടല്ല, വളരെ സ്നേഹത്തോടെ, സ്വന്തം ആ ഒരു ഹൃദയം കൊണ്ടാണ് അവൾ കഴിപ്പിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ അത്ര സ്നേഹത്തോടെ ഒരു അമ്മ കുഞ്ഞിന് കൊടുക്കില്ലേ, ആ ഒരു സ്നേഹത്തോടെയാണ്, ഒരു ജോലിക്കാരി എന്ന രീതിക്കല്ല നിന്നെ നോക്കിയിരുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, തൂസ്ക പീച്ച നെഹിൻ ചോർത്താ था, നീ അവളെ പുറകെ നിന്ന് മാറത്തേ ഇല്ലായിരുന്നു. കബി തൂസ്കി മുർക്കിയോं को मुट्ठी पर लेता था और कभी उछल
उछलकर उसके बुलाक को पकड़ता था. कभी तो क्या करता था, उसकी मुर्खियों को मुट्ठी पर लेता था. അവളുടെ കമ്മലുകളെ കൈ വെള്ളയിൽ പിടിച്ച് നിർത്തുമായിരുന്നു. അതർവൈസ് അല്ലെങ്കിലോ ഉछल ഉछलकर उसके बुलाक को पकड़ता था. അല്ലെങ്കിൽ എന്താണ്, ചാടി അവളുടെ മൂക്കുത്തിയിൽ പിടിക്കുമായിരുന്നു. मैं प्यार से कभी उसको मुर्खी बुलाती थी कभी बुलाकी. ഞാൻ അവളെ വളരെ സ്നേഹത്തോടു കൂടി കബി ചിലപ്പോഴൊക്കെ ബുലാക്കി എന്ന് വിളിക്കും, ചിലപ്പോഴൊക്കെ എന്ന് വിളിക്കും, മുർഖി എന്ന് വിളിക്കാറുണ്ട്. മാ യഹ് മുർഖി और बुलाकी नाम തൂനെ രഖേ थे. കുമാർ ചോദിക്കുകയാണ് അമ്മയോട്, ഈ മുർഖി എന്ന പേരും ബുലാക്കി എന്ന പേരും അമ്മ തന്നെയാണോ അവൾക്ക് ഇട്ടുകൊടുത്തത്? ഹാ मैंने ही इसके नाम रखे थे. ആ ഞാൻ തന്നെയാണ് പേര് നൽകിയത്. पर न जाने कौन से वक्त रखे थे. അറിഞ്ഞുകൂടെ ഏത് സമയമാണ് ആ കുട്ടിക്ക് ഇങ്ങനെ പേര് നൽകിയതെന്ന് എനിക്ക് അറിയില്ല. സോ കുമാർ പൂച്ച് രേ ക്യോ. അപ്പൊ കുമാർ ചോദിക്കുകയാണ് എന്തുകൊണ്ടാ അമ്മ അങ്ങനെ പറഞ്ഞേ? वो जब बड़ी हुई 16 वर्ष की 17 वर्षों की उसको खूब रूप चढ़ गया था. അവൾ വലുതായി 16 വർഷ की 17 വർഷയ്ക്ക് ഒരു 16-17 വയസ്സൊക്കെ ആയപ്പോൾ ഖൂബ് റൂബ് ചढ़ गया था, വളരെയധികം സുന്ദരിയായ ഒരു യുവതിയായി മാറി. मैं दांतों तले जीभ देकर कहती थी रे मुर्खी किसके कानों में पड़ेगी और किसकी नाक में बुलाक की तरह चमकेंगी. मैं दांत तले जीभ देकर कहती थी. ദാൻ തലേ ജീവ് എന്ന് പറയുന്ന ഒരു മുഹാവരയാണ് കേട്ടോ. മുഹാവര എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഈ ചൊല്ലുപോലെ പറയില്ലേ, അതിനെയാണ് മുഹാവര എന്ന് പറയുന്നത്. ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് അടക്കം പറയുക, പതുക്കെ പറയുക, അടക്കം പറയില്ലേ, അതിനെയാണ് കേട്ടോ. മേ ദാന്തോ തലേ ജീബ് ദേക്കർ कहती थी. ഞാൻ അടക്കം പറയുമായിരുന്നു. റീ മുർഖി അരെ മുർഖി കിസ്കെ കാനോ മേ പടേഗി. അരെ കമ്മൽ പോലെ അവളുടെ ആ ഒരു പേരിന്റെ മീനിങ് വെച്ച് പറയാണ്. അരെ മുർഖി ആ കമ്മൽ നീ ആരുടെ കാതുകളിലാണ് നീ ശോഭിക്കാൻ പോകുന്നത്. और किसके नाक में बुलाकी तरह चमकेंगी. ആരുടെ മൂക്കുകളിലാണ്, നാക്ക് മത്ലബ് മൂക്ക്, നോസ് കേട്ടോ, ബുലാക്കി തറ ചംകേങ്കി ആ മൂക്കുത്തി പോലെ തിളങ്ങാൻ പോകുന്നത് എന്ന് ഞാൻ അവളോട് പറയുമായിരുന്നു അവളുടെ സൗന്ദര്യം കണ്ടിട്ട്. കുമാർ മുസ്കുരായ. കുമാർ ഒന്ന് ചിരിച്ചു. ഹാടി ഗീത് ഗാത്തി थी उड़ते पंजी भी खड़े हो जाते थे. वो है ना वो लड़की, ആ പെൺകുട്ടിയില്ലേ, അവള് മുറുക്കി വളരെ സുന്ദരമായിട്ടുള്ള രീതിയിൽ, വളരെ മധുരമാർന്ന രീതിയിൽ പഹാടി ഗീതങ്ങൾ പാടുമായിരുന്നു. ആ ഗീതങ്ങൾ കേട്ട് പറക്കുന്ന പക്ഷി പോലും എന്ത് ചെയ്യുമായിരുന്നു, ഒരു നിമിഷത്തേക്ക് ഖടേ ഹോ ജാത്തി थी, നിന്നു പോകുമായിരുന്നു. അത്ര മധുരമാർന്ന പഹാടി ഗീതങ്ങൾ അവർ പാടുമായിരുന്നു. അപ്പോൾ കുമാർ പറയാണ്, ഫിർ പിന്നെന്താ സംഭവിച്ചേ? ഇസ്കെ ബാപ് നെ അപ്നി ഗാവ് മേ കഹി ഇസ്കാ റിശ്ത കർ ദിയ. അതായത് ഇവളുടെ അച്ഛൻ ഗ്രാമത്തിൽ ഇവൾക്ക് ഒരു ബന്ധം ഉറപ്പിച്ചു, ഒരു വിവാഹാലോചന ഉറപ്പിച്ചു. ഇൻ ലോഗോ മേ ന ലഡ്ക്യോं के रुपये लेते हैं. അവിടെ എന്ന് പറയുന്നത് ഇവരുടെ ഗ്രാമത്തിൽ ഈ ആൾക്കാര് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടുമ്പോൾ അവർക്കാണ്, പെൺകുട്ടിയുടെ വീട്ടുകാർക്കാണ് കാശ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സമ്പ്രദായം അവിടെ ഉണ്ട്. കുമാർ ചോദിക്കുകയാണ്, ലഡ്ക അച്ഛാത്ത, പയ്യൻ എങ്ങനെ നല്ല ആളായിരുന്നോ? വന്ന ബന്ധം പയ്യൻ എങ്ങനെ നല്ല ആളായിരുന്നോ? അച്ഛാ കിസിലെ ഹോനാഥ ദൂജാഥ. അച്ഛാ കിസിലെ, നല്ലതെന്ന് എങ്ങനെയാ പറയുക? ദൂജാഥ. ദൂജ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ഇപ്പോ ഭാര്യ മരണം സംഭവിച്ച രണ്ടാം വിവാഹക്കാരനില്ലേ, അതാണ് ദൂജ എന്ന് പറയുന്നത്. ഭാര്യ മരണപ്പെട്ട വ്യക്തിയാണ് ദൂജ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അയാളുടെ രണ്ടാം വിവാഹമായിരുന്നു മുർക്കിയുടെ കൂടെ ഉറപ്പിച്ചത്. ഓക്കെ, ദൂജ ക്യാ ഹോത്തേ ഹെ മാ? तो അമ്മയോട് ചോദിക്കുകയാണ്, ദൂജ എന്ന് പറഞ്ഞാൽ എന്താണ് അമ്മ എന്ന് കുമാർ ചോദിക്കുകയാണ്. ജിസ്കി പഹലി പത്നി മർ ഗയി ഹോ. ആരുടെയാണോ ആദ്യത്തെ ഭാര്യ മരണപ്പെട്ടത് അവരെയാണ് ദൂജ എന്ന് പറയുന്നത്. ഫിർ തോ ഉസ്കി ബഹുത് ഉമ്ർ ഹോഗി. അപ്പൊ കുമാർ പറയാണ്, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് വളരെ കൂടുതലായിരിക്കുമല്ലോ അയാളുടെ വയസ്സ്, വയസ്സ് കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ അമ്മ പറയാ, ബഹുത് ഭീ ഥി. വയസ്സ് കൂടുതലായിരുന്നു. ഓർ ഉസ്മേ ഓർ ഭി അവഗുൺ ഥി. അയാള് കുറെ അല്ലാത്ത കുറെ നെഗറ്റീവ്സും ഉണ്ടായിരുന്നു. മീൻസ് അയാൾക്ക് കുറെ അല്ലാത്ത കുറെ കുറവുകളും ഉണ്ടായിരുന്നു. ന ജാനെ ആഖോമേ കൊയ് നുക്സ് ഥി. എന്തോ ഒരു തകരാറ്, എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. കണ്ണുകൾക്ക് എന്തോ പ്രോബ്ലം ഉള്ള വ്യക്തിയായിരുന്നു. മുझे पूरी तरह पता नहीं. എനിക്ക് പൂർണ്ണമായിട്ട് അതിനെ പറ്റി അറിയത്തില്ല. पर था पैसे वाला तभी तो उसने ज्यादा पैसे दिए थे. പക്ഷെ पैसे वाला था, ഭയങ്കര പണക്കാരനായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ പൈസ കൊടുത്ത് മുർക്കിയെ വിവാഹം കഴിക്കാൻ തയ്യാറായത്. അപ്പൊ കുമാർ ചോദിക്കാണ്, ഫിർ പിന്നെന്താ സംഭവിച്ച അമ്മേ? ബാപ്നെ ജബ് ബാത് പക്കി കർണ മീൻസ് ഉറപ്പിക്കുക. ഓക്കെ, എപ്പോഴാണോ അച്ഛൻ ആ ഒരു ബന്ധം ഉറപ്പിച്ചത്, യഹ് രാത് ഹി രാത് മേ ഏക് ഷഹരി ലഡ്കെ കെ സാത്ത് ഭാഗ് ഗയി. ആ
രാത്രിയിൽ തന്നെ അവൾ എന്ത് ചെയ്തു, ഒരു ഷഹരി ലഡ്ക, പട്ടണത്തിലുള്ള ഒരു ലഡ്കെ, ഒരു പയ്യനുമായിട്ട് അവള് ഒളിച്ചോടിപ്പോയി. ഭാഗി, ഒളിച്ചോടിപ്പോയി. വഹ കോൺ ഥാ, കുമാർ ചോദിക്കാൻ അതാരായിരുന്നു. मैंने तो देखा नहीं, ഞാൻ പക്ഷെ കണ്ടിട്ടില്ല. അമ്മ പറയാണ് ഞാൻ കണ്ടിട്ടില്ല മോനെ. पर खुद ही बताती थी वह बड़ा चबीला लड़का था, പക്ഷെ അവള് തന്നെ എന്നോട് പറയുമായിരുന്നു വഹ് ബഡാ ചബീല, സുന്ദരൻ, സുന്ദരനായിട്ടുള്ള ഒരു പയ്യനാണെന്ന് മുറുക്കി എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല, ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഹമാരെ ഇസി ഷഹർ കാ ഹി ഹോഗാ ന, തോ കുമാർ ചോദിക്കുകയാണ് നമ്മുടെ ഈ ഒരു ഷഹർ, ഈ ഒരു പട്ടണത്തിൽ തന്നെയാണോ. അപ്പൊ അമ്മ പറയാ ഇസി ഷഹർ കാ, ഇസി ബസ്തി കാ, അതെ ഈ പട്ടണത്തിൽ തന്നെ, ഇസി ബസ്തി കാ, ഈ ഒരു സ്ട്രീറ്റിലെ ബഡേ ബാസാർ മേ ജോ ഹോട്ടൽ ഹെ, ഉസ് ലഡ്കേക്കോ, ആ പയ്യന് ബഡേ ബാസാറിൽ എന്തായിരുന്നു, ഹോട്ടൽ ആയിരുന്നു. ഓർ വഹീ കാം കർത്താ ഥാ, അവിടെ തന്നെയായിരുന്നു അവൻ ജോലിയും ചെയ്തിരുന്നത്. കേക്ക് ബനാത്താ ഥാ, അവൻ എന്താ ചെയ്തുകൊണ്ടിരുന്നേ, കേക്ക് ബനാത്താ ഥാ, കേക്ക് ഉണ്ടാക്കലായിരുന്നു അവന്റെ ജോലി, ബേക്കർ ആയിരുന്നു കേട്ടോ. അപ്പോ ഫിർ വീണ്ടും ചോദിക്കാണ് കുമാർ പിന്നീട് എന്താ സംഭവിച്ചേ. ചാർ ചഹ മഹീനെ ഉസ്കെ സാത്ത് കിസി ഷഹർ മേ രഹി, നാലോ ആറോ മാസങ്ങൾ അവൻ എന്ത് ചെയ്തു, ഇവളോടൊപ്പം അയാളോടൊപ്പം മുറുക്കി ഒരു ഷെഹർ, പട്ടണത്തിൽ താമസിച്ചു. അപ്നെ ഘർ ബനായ, അവൾ സ്വന്തം വീടുണ്ടാക്കി. ജോ കുച്ച് പാസ് ഥാ, അവളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, ലഗാദിയ, അതിലെ ആ വീട് വാങ്ങാനായിട്ട് അവള് കൊടുത്തു. മോട്ടെ മോട്ടെ ചാന്ദിക്ക് കടേഥേ, അവളെ കയ്യിൽ വലിയ മോട്ടെ മോട്ടെ നല്ല വലിപ്പമുള്ള വെള്ളി വളകൾ ഉണ്ടായിരുന്നു. ഗലേമേ ചാന്ദിക്ക് ജഞ്ചീർ ഥേ, അവളുടെ കഴുത്തില് എന്തുണ്ടായിരുന്നു, ചാന്ദിക്ക് ജഞ്ചീർ, അതായത് സിൽവറിന്റെ ചെയിൻ ഉണ്ടായിരുന്നു. और साथ साथ तेरी वर्षगांठ, वर्षगांठ मतलब बर्थडे, ओके जन्मदिനം. पर मैंने इसको सोने की एक अंगूठी दी थी, ഇവര് ഈ മുർഗിക്ക് ഒരു ഗോൾഡിന്റെ അങ്കൂഠി, റിങ്, മോതിരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏക് ബാർ ബാലിയാംബി ദീദി, ഒരു തവണ ഞാൻ എന്തും കൊടുത്തിരുന്നു, കമ്മലും നൽകിയിരുന്നു. ഉസ്നെ സബ് കുച്ച് ബേച്ച്കർ ഘർ കി വസ്തുവേം ഖരീദി, അവൾ എല്ലാം വിറ്റിട്ട് വീടിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങി. ആർ ഫിർ, കുമാർ ചോദിച്ചു പിന്നീട് എന്താ സംഭവിച്ചേ. ഫിർ കോയി ആർ സ്ത്രീ ഉസ്കി നസർ മേ ബൈഠ് ഗയി, ആ പയ്യന്റെ കണ്ണില് വേറൊരു സ്ത്രീ പെട്ടു എന്ന് തോന്നുന്നു, അവൻ മറ്റൊരു സ്ത്രീയുടെ പിന്നാലെ പോയി. വഹ് ഇസ്കോ കിസി ഗാവ് മേ ദശഹരെ കാ മേള ദിഖാനെ കെ ലിയെ ലേ ഗയ, അവളുടെ ഭർത്താവ് അവളെ ഒരു ദിവസം ഗ്രാമത്തിലെ ദശഹരെ കാ മേള, അങ്ങനെ ഒരു ഉത്സവം പോലെ അവർ നടത്തുന്നതാണ് കേട്ടോ, അത് കാണാനായിട്ട് അവളെ കൊണ്ടുപോയി. और रात को सराय में सोई हुई के आंचल से, सराय में सोई हुई के आंचल से, ആ സത്രത്തിൽ ഉറങ്ങിക്കിടന്ന നമ്മുടെ മുറുക്കിയുടെ ആഞ്ചൽ, ആഞ്ചൽ എന്ന് പറഞ്ഞ സാരിത്തുമ്പിനെയാണ് കേട്ടോ പറയുന്നത്. ആഞ്ചൽ സെ ഖർക്കി ചാബി ഖോൽക്കർ ലേലിയ, അവളുടെ സാരിത്തുമ്പിൽ കെട്ടിയിട്ടിരുന്ന ആ ഒരു ഖർക്കിയുടെ, ആ ഒരു ഖർക്കി ചാബി, അവളുടെ ആ ഒരു വീടിന്റെ ആ ഒരു കീ എന്ത് ചെയ്തു, അവിടെ നിന്നും ഖോൽക്കർ, അഴിച്ചെടുത്തു. ഇസ്കോ വഹി സറായ് മേഹി ചോദ്യ, എന്നിട്ട് എന്ത് ചെയ്തു, മുർഗിയെ ആ സത്രത്തിൽ തന്നെ ഉപേക്ഷിച്ച് അവൻ അവിടെ നിന്ന് പോയി. കുമാറിനെ അപ്ന നിച്ചല ഓട് അപ്നെ ദാന്തോ മേ ദബായ, कुमार ने क्या कर दिया, अपनी निचला ओट अपने दांतों में ദബായ, മത്ലബ് അവന് കൂടുതൽ ദേഷ്യം വന്നു, അവനൊന്ന് ഇങ്ങനെ ഭയങ്കര ദേഷ്യമാർന്ന രീതിയിൽ അവൻ ആക്ഷൻ കാണിച്ചു. ദബായ ഓർ ഫിർ ക്രുദ്ധ ഹോക്കർ കഹനെ ലഗ, അവനാകെ ഒന്ന് മുഖത്തൊന്ന് കവിളിൽ തടോടിയിട്ട് അവനാകെ ഭയങ്കര ദേഷ്യത്തോടു കൂടി പറഞ്ഞു, ഇസ്നെ ഡൂണ്ടാ നഹി ഉസ്കോ, എന്താ ഈ മുർഗി അയാളെ അന്വേഷിച്ചില്ലേ. तो अम्मा പറയുന്നു कहती थी मन के सौदे में जब उसका मन ही मुकर गया तो फिर तन को क्या ढूंढना था, അവൾ പറയുമായിരുന്നു മൻ കെ സൗദേ മേ ജബ് ഉസ്കാ മൻ ഹി മുക്കർ ഗയ, മനസ്സുകൊണ്ടുള്ള ആ ഒരു വാഗ്ദാനത്തിൽ നിന്ന് അവൻ മനസ്സുകൊണ്ട് തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു, പിന്നെ തൻകോ ക്യാ ഢൂണ്ടനാഥ, അങ്ങനെയുള്ള അവനെ ഞാൻ, അവന്റെ ശരീരത്തെ ഞാൻ എന്തിനാണ് അന്വേഷിക്കുന്നത് എന്ന് അവൾ എന്നോട് പറയുമായിരുന്നു. കമാൽ കി ഔറത്ത് थी, तो वो सुनकर കുമാർ പറയുകയാണ് കമാൽ കി ഔറത്ത് थी, സ്ത്രീ കൊള്ളാലോ. അപ്പൊ അമ്മ പറയാണ് ഏക് ബാത് ഇസ്നെ അച്ഛേ കി, അവൾ ഒരു കാര്യം നല്ലത് ചെയ്തു. കിസി ദയാലു വ്യക്തി സെ രാഹ് കാ ഭാട, രാഹ് കാ ഭാട മത്ലബ് വഴിച്ചിലവ്, ठीक है, राह का भाड़ा लेकर लौट आई, नहीं तो ना जाने कहा भड़कती, ഭടക്ന മത്ലബ് ചുറ്റിത്തിരിയുക. ഓക്കെ, അവൾ ഒരു കാര്യം നല്ലത് ചെയ്തു, എന്താ, ഒരു ദയാലുവായിട്ടുള്ള ഒരു വ്യക്തി, ഒരു മനുഷ്യനിൽ നിന്ന് വഴിച്ചിലവിനുള്ള കാശ് വാങ്ങിയിട്ട് എന്ത് ചെയ്തു, അവിടെ നിന്നും അവൾ തിരിച്ച് എത്തി. യഹാ ഹമാരെ ഘർ ആ ഗയി, അപ്പോ കുമാർ ചോദിക്കാണ് നമ്മുടെ വീട്ടിലേക്കാണോ വന്നത്. ഹാ യഹി ഹമാരെ ഘർ, അതെ നമ്മുടെ വീട്ടിലേക്ക്. ഹമാരെ ഘർ കിസിലിയെ, അപ്നെ ഘർ,
അപ്നി ഇസി കോട്ടറി മേ. തോ അമ്മ പറയാണ് ഹമാരെ ഘർ എന്ന് പറയല്ലേ, അവളുടെയും കൂടെ വീടല്ലേ എന്നാ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹമാരെ ഘർ കിസിലേ, എന്തിനാ നമ്മുടെ വീടെന്ന് പറയുന്നത്, ഹമാരെ ഞങ്ങളുടെ വീടെന്ന് എന്തിനാ പറയുന്നത്, അപ്നെ ഘർ നമ്മുടെ വീട്, മുർഗിയുടെയും കൂടെ വീടല്ലേ അങ്ങനെ പറയൂ. അപ്നി ഇസി കോട്ടറി മേ, നമ്മുടെ ഈ ഒരു മുറിയിൽ അവൾ തിരിച്ചെത്തി. मैंने जिस दिन इसको यह कोठरी दी थी इसके साथ वायदा, वायदा मतलब वादा, प्रॉमिस, ओके, किया था कि मैं अपने जीते जी इसको कभी काम से जवाब नहीं दूंगी. പിരിച്ചു വിടുക, ജവാബ് नहीं देना मतलब പിരിച്ചു വിടുക. ओके, और ना मेरा कुमार जवान होकर इसको कभी इस कोठरी से निकालेंगे. हाँ, तो बताती है मैं जिस दिन, അപ്പോ പറഞ്ഞു അവള് തിരിച്ചെത്തി, നമ്മുടെ വീട്ടില് ഈ ഒരു മുറിയിൽ അവള് തിരിച്ചെത്തി. എന്നാണോ ഞാൻ ഈ കോട്ടറി അവൾക്ക് നൽകിയത്, ആ മുറി അവൾക്ക് നൽകിയത്, അന്ന് ഞാൻ അവൾക്കൊരു വാദ, അവൾക്കൊരു പ്രോമിസ് നൽകിയിരുന്നു. ഞാൻ ജീവിച്ചിരുന്നിടത്തോളം, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഒരിക്കലും ഞാൻ നിന്നെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുകയുമില്ല. അതുപോലെ തന്നെ എൻ്റെ മകൻ കുമാർ വലിയ ജവാൻ, ജവാൻ എന്ന് പറഞ്ഞാൽ യുവാവായി കഴിഞ്ഞാലും അവൻ ഒരിക്കലും നിന്നെ ഈ മുറിയിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യില്ല എന്നൊരു പ്രോമിസ് ഞാൻ മൂർഖിക്ക് കൊടുത്തായിരുന്നു. കുമാർ കാ മൻ ഭരായ, കുമാറിന്റെ മനസ്സങ്ങ് നിറഞ്ഞു. പർ വഹ് മർദ് ഥാ, അവൻ മർദ് മത്ലബ് മെയിൽ, ഓക്കെ, ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവൻ ഒരു പുരുഷനായതുകൊണ്ട് ഉസ്കി ആഖോं का पानी आंखों में ही रह गया, കണ്ണിലെ, അവന്റെ കണ്ണിലെ കണ്ണുനീര് അവിടെ തന്നെ നിന്നു എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് അവൻ കരഞ്ഞില്ല, ഒരു പുരുഷനായതുകൊണ്ട് അവന്റെ ആ ഒരു വിഷമത്തെ പുറത്ത് കാട്ടിയില്ല. രാജ്വന്തി കി ആഖേൻ ഛലക്പടി, ഇത്രയും നേരം അമ്മയുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഓർമ്മിക്കുക, ഇതിലുള്ള രണ്ട് ക്യാരക്ടറിന്റെ പേര് നമ്മൾ ഇതുവരെ പറഞ്ഞു. ഒന്ന് മുർഖി, രണ്ടാമത്തത് കുമാർ. കുമാറിന്റെ അമ്മയുടെ പേരാണ് രാജ്വന്തി. 3 ക്യാരക്ടേഴ്സ്. ഓക്കെ, രാജ്വന്തിക്ക് ആഖി ചലക്പടി, അവളുടെ രാജ്വന്തിയുടെ കണ്ണുകൾ, അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. मैंने तुझे कहा था ना, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ, औरत की जात न जाने कैसी होती है. जात മീൻസ് വിധി. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഫെയ്ത്ത്, വിധി എങ്ങനെയാണെന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല. യഹ് ജബ് ആയി ഇസ്കാ മുഹ് ഖോയി ഹുയി ബച്ചടി ജൈസാ ഥാ, ഇവൾ എപ്പോഴാണോ തിരിച്ചെത്തിയത് അവളുടെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് മൂ ഖോയി ഹുയി ബച്ചടി, അതായത് കൂട്ടം തെറ്റിയ ഒരു പശുക്കിടാവിന്റെ ആ ഒരു അവസ്ഥ, പശുക്കിടാവിനെ പോലെയായിരുന്നു അവൾ തിരിച്ചു വന്നപ്പോൾ. ജബ് സ്ത്രീക്ക് പാസ് രഹനെ കോ ഘർ നാ ഹോ, എപ്പോഴാണോ സ്ത്രീക്ക് താമസിക്കാനായിട്ട് വീട് ഇല്ലാതാകുന്നത്. അപ്പോ കുമാർ ചോദിക്കാൻ, മാ തൂ ബഡി അച്ഛി ഹെ, അഗർ തേരി ജഗ കോയി ഓർ ഓറത്ത് ഹോത്തി, അമ്മ വളരെ നല്ല സ്ത്രീയാണ്, അമ്മയ്ക്ക് പകരം വേറൊരു സ്ത്രീ ആയിരുന്നെങ്കിലോ എന്ത് സംഭവിക്കുമായിരുന്നു. मैंने कोई इस पर एहसास नहीं किया था कुमार, उसके काम का मोल चुकाया था उसके रूप में. ठीक है, तो बताती है, പറയാണ് അമ്മ മകനോട്, ഞാൻ ഒരിക്കലും അവളെ സഹായിക്കുകയോ അവൾക്ക് എന്താ പറയുന്നത് കാരുണ്യം ചെയ്യുകയോ ഒന്നും ചെയ്യുകയല്ല, അവൾക്ക് പ്രത്യുപകാരം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവൾ ചെയ്ത ജോലിക്കുള്ള മൂല്യമാണ് ഞാൻ അവൾക്ക് തിരിച്ചു നൽകിയത് ഇത്തരത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേക്കർ മേ കഹത്തി थी മുർക്കി കിസ്കെ കാൻ മേ പടേഗി, ഞാൻ അവളെ കാണുമ്പോഴൊക്കെ ആദ്യം പറയുമായിരുന്നു, ആ കമ്മൽ എന്ന മീനിങ് വെച്ച് പറയായിരുന്നു, നീ ആരുടെ ചെവികളെയാണ് ശോഭിതമാക്കുന്നത് എന്നുള്ളത്. ജബ് മുർക്കി വാപ്പസ് ആയി, എപ്പോഴാണ് മുർക്കി തിരിച്ചെത്തിയത്, മുജ്സെ കഹനെ ലഗ, എന്നോട് തിരിച്ചു പറയാൻ തുടങ്ങി, മാ അമ്മേ മുझे किसी ने कानों में पहना था, ഒരാൾ ആരോ എന്നെ എടുത്ത് അയാളുടെ കാതുകളിൽ എന്തായിരുന്നു, പഹനാഥ, അണിഞ്ഞിരുന്നു. പർ ഫിർ ഉസ്നെ ഉസ്കാ കാൻ ഫട്ട് ഗയ, പക്ഷേ അതിനുശേഷം അയാളുടെ ആ ഒരു കാതുകൾ എന്ത് ചെയ്തു, ഫട്ട് ഗയ, മുറിഞ്ഞുപോയി. ക്യാ ജാനി മേരാ ബോജ് ഹി ജ്യാദാ ഹൈ, ബോജ് മത്ലബ് ബർഡൻ, ഭാരം. ഓക്കെ, എനിക്കറിയില്ല, ഇനി എന്റെ ഭാരം കൂടുതലായതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞു. കുമാർ കി ആഖി ഭരായി, കുമാറിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഷായത് മർദ് ജാതിക്ക് കോയി ലാജ് രഖ്നെ കെ ലിയെ, ആ ഒരു എന്താ പറയുന്ന പുരുഷ ജാതിക്ക് ഒരു എന്താ ഒരു മാനം കാക്കുക എന്ന ഒരു അർത്ഥത്തോടു കൂടി പറയുന്നു. കുമാറിന്റെ കണ്ണുകൾ ആകെ നിറഞ്ഞു, അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. മാ ഇസിലിയെ तुमने मेरी इस वर्षगांठ पर मुझसे प्रण लिया था कि मैं मुर्गी को उसके जीते जी कभी इस कोठरी में से नहीं निकालूंगा. അപ്പൊ അമ്മയോട് ചോദിക്കണം, അമ്മ അതുകൊണ്ടാണോ അമ്മ എന്നെ ഇപ്പോഴത്തെ ബർത്ത്ഡേക്ക് എന്നോട് പ്രൺ മീൻസ് പ്രോമിസ്, ഓക്കെ, എന്നിൽ നിന്ന് പ്രോമിസ് വാങ്ങിയത്, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഒരിക്കലും മുറുകിയ ഈ കോട്ടരിയിൽ നിന്ന്, ഈ മുറിയിൽ നിന്ന് ഇറക്കി വിടല്ല എന്ന് പ്രോമിസ് ചെയ്യിപ്പിച്ചത് അതുകൊണ്ടാണോ.
കുമാറിനോട് അമ്മ പറയാണ്, ഹാ കുമാർ, അതെ കുമാർ, ഇസിലിയെ मैंने तुझसे प्रण लिया था, അതുകൊണ്ട് തന്നെയാണ് നിന്നിൽ നിന്ന് ഞാൻ ഒരു ആ വാക്ക് വാങ്ങിയത്, അല്ലെങ്കിൽ ആ ഒരു പ്രോമിസ് ചെയ്യിപ്പിച്ചത്. उसके मर्द ने जब उसके घर की चाबी उसके पल्ले से खोल ली थी, मैंने इस कोठरी की चाबी उसको पकड़ाते हुए कहा था कि मेरे जीते जी कभी कोई तुझसे यह चाबी नहीं छीनेंगे. इसीलिए मैंने तुझसे ये प्रॉमिस लिया था, നിന്നിൽ നിന്ന് ആ ഒരു പ്രോമിസ് വാങ്ങിയത്. അവളുടെ ഭർത്താവ്, ഉസ്കെ മർദ്, മർദ് മീൻസ് പുരുഷൻ, ഭർത്താവ് എപ്പോഴാണോ അവളിൽ നിന്ന്, അവളുടെ ആ ഒരു സാരിത്തുമ്പിൽ നിന്ന് സാരിത്തുമ്പ് അഴിച്ച് അവളുടെ വീടിന്റെ ചാവി മീൻസ് കീ തട്ടിപ്പറിച്ചെടുത്തത്, അതിനുശേഷം അങ്ങനെ തട്ടി എടുത്തിട്ട് പോയി. मैंने इस कोठरी की चाबी, ഞാൻ ഈ മുറിയുടെ കീ ഉസ്കെ പക്കടാത്തെ ഹുയെ കഹാ था, ഞാൻ അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മേരെ ജീത്തെ ജി കബി കൊയ് തുജ്സെ യഹ് ചാബി നഹി ഛീനേങ്കി, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ആരും നിന്റെ കയ്യിൽ നിന്ന് ഈ ഒരു കീ തട്ടിപ്പറിക്കില്ല. ഛീന മത്ലബ് തട്ടിപ്പറിക്കുക. ഓക്കെ. ആർ കുമാർ, കുമാറിന്റെ കാര്യവും പറയാണ്, ഞാൻ മാത്രമല്ല കുമാർ ഉള്ളിടത്തോളവും ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്നൊരു പ്രോമിസ് ആർക്ക് കൊടുക്കുകയാണ്, വാക്ക് കൊടുക്കുകയാണ് ബുലാക്കിക്ക്. आज जब मैंने उसकी मरी को नहलाया, मरी मतलब डेड बॉडी, ओके, मरे हुए जो ശരീർ होते हैं, മരിച്ചതിന് ശേഷം ഉള്ള ആ ഒരു ബോഡി, അതിനെയാണ് മൃതദേഹത്തിനെയാണ് മരി എന്ന് പറയുന്നത്. ഓക്കെ. ഞാൻ എപ്പോഴാണോ അവളുടെ ആ ഒരു ഡെഡ് ബോഡി, മൃതദേഹത്തിനെ കുളിപ്പിച്ചത്, നഹലായ കുളിപ്പിച്ചത്, ഇസ് കോട്ടരിക്ക് ചാബി ഉസ്കെ നേഭേ മേ ഖോസി ഹുയി थी, അവളുടെ അരക്കെട്ടിൽ, നേഭേ മത്ലബ് അരക്കെട്ടിൽ, ഈ കോട്ടറിയുടെ ഈ റൂമിന്റെ ചാബി കീ ഖോസി ഹുയി थी എന്ന് വെച്ചാൽ ചേർന്ന് ഇരിപ്പുണ്ടായിരുന്നു. ഉസ്കെ മാംസ് സെ ചിപക് ഗയി थी, സത്യം പറഞ്ഞാൽ അവളുടെ ശരീരത്തിലെ മാംസം ഫ്ലഷുമായിട്ട് ചിപക് ഗയി थी, ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. ഈ ചാബിനെ ഉസ്കി ദേഹ പർ ജഗ്മ മത്ലബ് മുറിവ്, ഓക്കെ, മുറിവ് സംഭവിപ്പിച്ചു. മുറിവ് അതിനെയാണ് ജഗ്മ എന്ന് പറയുന്നത്. ഓക്കെ. ഇസ് ചാബിനെ, ഈ കീ ഉസ്കെ ദേഹ പർ ജഗ്മ കർ ദിയാ था, അവളുടെ ശരീരത്തെ മുറിവേൽപ്പിച്ചിരുന്നു. पर उसने जीते जी इसे इस चाबी को अपने मांस से नहीं उतारा, അവൾ ജീവിച്ചിരിക്കെ ഒരിക്കലും അവൾ ഈ ഒരു കീയെ അവളുടെ ശരീരത്തിൽ നിന്ന് നെഹി ഉത്താറ, എടുത്തു മാറ്റിയിട്ടേ ഇല്ല. മുർക്കി ബുലാക്കി ഏക് ഔറത്ത്, മുർക്കി കുറച്ച് സൈലന്റ് ആയിട്ട്, ബുലാക്കി ഏക് ഔറത്ത്, അങ്ങനെ ഒരു സ്ത്രീ. രാജ്വന്തി ऐसे रोई जैसे उसकी आंखों में मुर्गी के आंसू मिले हुए हैं. രാജ്വന്തി, അമ്മ കരയുന്ന, രാജ്വന്തി കരയുന്നത് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു കണ്ണീര് മുർഗിക്ക് ആസു മിലേ ഹുയേ ഹെ, മുർഗിയുടെ കണ്ണുനീരും അതിൽ ചേർന്നിട്ടുണ്ട് എന്ന് തോന്നും. और सिर्फ मुर्गी के ही नहीं, ആ ഒരു കണ്ണുനീരിൽ മുർഗിയുടെ മാത്രമല്ല സാരി औरत जाति के आंसू मिले हुए हैं. सारी इस तरह की जीने वाली जो सारी औरत जाति होती है, ഇത്തരത്തിൽ ജീവിക്കുന്ന സ്ത്രീകളുടെ എല്ലാം കണ്ണുനീരിന്റെ ഒരു പ്രതിരൂപമായിട്ടാണ് അവിടെ രാജ്വന്തിയുടെ കണ്ണുനീരിനെ കണക്കാക്കപ്പെടുന്നത്. അമൃത പ്രീതം ജി. ഓക്കെ. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഇത്രയാണ്. വളരെ ഇമോഷണലി ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ്. ആകെ 3 ക്യാരക്ടറേ ഉള്ളൂ. ഒന്ന് മെയിൻ ക്യാരക്ടർ മുർക്കി അഥവാ ബുലാക്കി, രണ്ടാമത്തെന്ന് പറയുന്നത് രാജ്വന്തി, മൂന്നാമത്തത് കുമാർ. ഓക്കെ. ഇതിൽ അല്ലാതെ വരുന്നതാണ്, അതായത് അപ്രത്യക്ഷത്തിൽ വരുന്ന 2 ക്യാരക്ടേഴ്സ് ആണ്. ഒന്ന് മുർക്കിയുടെ പിതാവും അതുപോലെ തന്നെ മുർഗിയുടെ ഭർത്താവ്, എക്സ് ഹസ്ബൻഡ്, അതായത് മുന്നേ ഭർത്താവായിട്ടും വരുന്ന 2 ക്യാരക്ടേഴ്സ്. അത് അവരാരാണെന്ന് പേര് പറയുന്നില്ല, ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ്, എനിക്കറിയാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്, പ്ലീസ് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ ഇത് ആവശ്യമായിട്ടുള്ള കുട്ടികൾ ഒരുപാട് പേരുണ്ടാവും, അറിയാവുന്ന കുട്ടികളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ. താങ്ക് യു.